ഈ ടെറിട്ടറികൾ ഒരു രാജ്യമാകുക, ഒരു ദേശമാകുക, ഒരു ഇതാകുക എന്നുള്ളത് മനുഷ്യരുടെ മാത്രം ഇടയിലുള്ള ഒരു പ്രശ്നമല്ല. മറിച്ച് നിങ്ങൾ സിംഹങ്ങളുടെ ഇടയിലൊക്കെ നോക്കുക, അവ ഒരു ഏരിയയാണ്, അതിന് ചുറ്റും ചിലപ്പോൾ ഒരു മൂത്രം ഒഴിച്ചു വെക്കുക, അതിനപ്പുറം ക്രോസ് ചെയ്യുന്നവരെ. അപ്പോൾ ഈ ഘടനകളിൽ, ഫ്രെയിമുകളിൽ ആകുക എന്ന് പറയുന്നത് ഒരു ജനിതകമായിട്ടുള്ള ഈ ജീവികുലങ്ങളിൽ കാണുന്ന ഒരു സാധനമാണ്. കൂട്ടം കൂടി സഞ്ചരിക്കുക, കൂട്ടം കൂടി വേട്ടയാടുക, ഇതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട് പരിണാമപരമായിട്ട്. അതുകൊണ്ട് മനുഷ്യൻ മാത്രമല്ല, ഈ ടെറിട്ടോറിയൽ സോവറിറ്റി. ചില പട്ടികളൊക്കെ നിങ്ങൾ കാണും, നിങ്ങളുടെ വീട്ടിലൊക്കെ പട്ടി വന്നു കഴിഞ്ഞാൽ, എത്ര വലിയ പട്ടിയാണെങ്കിലും നിങ്ങളുടെ കൊച്ചു പട്ടിയാണ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും ആ പട്ടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് കുറച്ച് ചാടിക്കും. അപ്പോൾ അതിന് ഇത്ര സ്ഥലത്ത് ഞാനാണ് എന്നുള്ളൊരു ധാരണയാണ്. അങ്ങനെ ഒരു ധാരണ ഒരു ജനതയ്ക്ക് വരുമ്പോഴാണ് ഈ ടെറിട്ടോറിയൽ സോവറിറ്റി എന്നുള്ള ആശയം. അതിർത്തികൾ എന്താണ് ഇത്ര പ്രധാനം? പലപ്പോഴും യുവർ ഫ്രീഡം എൻഡ്സ് വേർ സംബഡീസ് നോസ് ബിഗിൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരാളെ കൈ ഇങ്ങനെ നീട്ടിക്കൊണ്ട് വന്നിട്ട് മൂക്കിന് അടുത്ത് വരെ ആവുന്നവരെ നിങ്ങൾ സഹിക്കും. ചിലപ്പോൾ ചില ആളുകൾ അടുത്ത് വന്ന് നിൽക്കുന്നത് ഇഷ്ടമാണ്, പക്ഷേ കുറേ കൂടെ അടുത്ത് വരുന്നത് ഇഷ്ടമല്ല. നിങ്ങൾ ആ ഒരു അകൽച്ച, നമ്മളെ സംബന്ധിച്ചോളം അദൃശ്യമായിട്ടുള്ള അതിർത്തികൾ ഒരു വ്യക്തിക്കുണ്ട്. ഒരു വ്യക്തിയും വേറൊരു വ്യക്തിയെ ഒരു പരിധിക്കപ്പുറം അടുപ്പിക്കാറില്ല. ഒരു വ്യക്തിക്ക് അദൃശ്യമായ അതിർത്തികൾ ഉള്ളതുപോലെ തന്നെയാണ് കൂട്ടങ്ങൾക്കും സ്ഥലങ്ങൾക്കും രാജ്യങ്ങൾക്കും അതിർത്തികളുണ്ട്. ഈ അതിർത്തി എന്ന് പറയുന്നത് ഒരു മസ്തിഷ്കപരമായിട്ടുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ്. അത് നമ്മളുടെ സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു, നമ്മുടെ സ്വത്വവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു, അസ്തിത്വവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, സെൽഫുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സാധനമാണ്. ഇത് നിങ്ങൾ വാഗ ബോർഡറിൽ നിങ്ങൾ കാണുന്നതാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അവിടെ ഒരു വലിയൊരു പ്രകടനമാണ്. ഇവർ ഈ സല്യൂട്ട് ചെയ്യുന്നവരൊക്കെ ഒരു ദിവസം അത് മാത്രമേ ചെയ്യാൻ പറ്റൂ. 5 മിനിറ്റ് ഈ സല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അന്ന് ദിവസം മുഴുവൻ കിടന്ന് ഉറങ്ങേണ്ട രീതിയിൽ ക്ഷീണിച്ച് പോകുന്ന ഒരു സല്യൂട്ടാണ്. നിങ്ങളത് കണ്ടു നോക്കണം. ഇതൊന്നും അല്ല, ഇതെൻ്റെ ഒരു വയലന്റ് ഫോമാണ് ഞാൻ കാണിച്ചത്. അതിർത്തിയിലാണ് ഇവർ കാണിക്കുന്നത്. എങ്ങനെയാണ് 2 രാഷ്ട്രങ്ങൾ, 130 കോടി ഉള്ള ഒരു രാഷ്ട്രവും 16 കോടിയുള്ള രാഷ്ട്രം തമ്മിൽ അതിർത്തിയിൽ ഇത്ര ഒരു സംഭവം കാണിക്കുന്നു എന്നുള്ളത് അതിർത്തിയെ സംബന്ധിച്ചുള്ള നമ്മുടെ ധാരണയെ കൂടെ ഒരു പ്രകടനാത്മകമായിട്ടുള്ള ഒരു ഉദാഹരണമാണ്. ഇത് സൗത്ത് കൊറിയൻ പ്രസിഡന്റായിട്ടുള്ള മൂൺ ജെ ഇന്നും കിം ജോങ് ഉന്നും ഇവിടെ പല രാഷ്ട്രീയ പ്രവർത്തകരുടെയും ആരാധനാ പുരുഷനായിട്ടുള്ള പോസ്റ്റർ വെച്ച് അവർ ആഘോഷിക്കുന്ന കിം ജോങ് ഉൻ, നിങ്ങൾക്കറിയാം, നോർത്ത് കൊറിയയുടെ നേതാവ്, സർവാധികാരിയായിട്ടുള്ള നേതാവ്. ഒരുപക്ഷെ കിം ജോങ് ഉന്നിൻ്റെ പോസ്റ്ററുകൾ നോർത്ത് കൊറിയയ്ക്ക് പുറത്ത് നമ്മൾ കാണാൻ കഴിയുന്ന ഒരു സ്ഥലം കേരളം മാത്രമാണ് എന്ന് ഞാൻ കരുതുന്നു. വേറെ എങ്ങും അങ്ങനെ ഒരു പോസ്റ്റർ കാണാൻ കഴിയില്ല. പക്ഷേ എന്തായാലും ഇവർ നിൽക്കുന്നത് അന്താരാഷ്ട്ര അതിർത്തിയാണ്, കൊറിയൻ അതിർത്തിയാണ് നടുക്കുന്നത്. നോക്കുക, ആ മനുഷ്യൻ എത്ര ദിവ്യമായിട്ടാണ് ആ അതിർത്തിയെ കാണുന്നത് നോക്കുക. ഇതെൻ്റെ രാജ്യം, ഇത് നിന്റെ രാജ്യം. ഈ അതിർത്തി 2 തലവന്മാരുടെ സംഘമാണ്. ഈ അതിർത്തിയെക്കുറിച്ച് പറയുമ്പോൾ വേറൊരു അതിർത്തിയെക്കുറിച്ച് ഞാൻ പറയാനുണ്ട്. ദേശീയതയ്ക്ക് വേണ്ടി 2 യുദ്ധങ്ങൾ, കൊടിയ യുദ്ധങ്ങൾ ചെയ്ത് സ്വയം തകർന്ന് തിരിച്ചറിവുണ്ടായ യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ രാജ്യങ്ങൾ, രാഷ്ട്രത്തിന്റെ പേരിൽ, പിടിച്ചടക്കലിന്റെ, അധിനിവേശത്തിന്റെ പേരിൽ 2 യുദ്ധങ്ങൾ ചെയ്താണ് ഒരുപാട് പാഠം യൂറോപ്പ് പഠിച്ചത്. ആ യൂറോപ്പിൽ ഇന്നത്തെ അതിർത്തികൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. നോക്കൂ, ഈ നിങ്ങളീ കാണുന്നത് ബാർലൈൻ ആസു എന്ന് പറയുന്ന ഡച്ച്, അതുപോലെ തന്നെ ബെൽജിയം ബോർഡറിലുള്ള ബോർഡർ അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. ഈ കിടക്കുന്ന ഒരു മേശ കിടക്കുന്നത് ബെൽജിയത്തിലാണ്, ഈ തൂണ് നിൽക്കുന്നത് ഹോളണ്ടിലാണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നു. ഇതേ കണക്ക് ആയിരക്കണക്കിന് അതിർത്തി രേഖകൾ യൂറോപ്പിലെ ഈ 2 രാജ്യങ്ങൾക്കിടയിൽ മാത്രമല്ല, ഒരുപാട് രാജ്യങ്ങൾക്കിടയിൽ ഇതേ കണക്ക് വളരെ നിസ്സാരമായിട്ട് നിങ്ങൾ അതിർത്തികൾ രേഖപ്പെടുത്തി പോകുന്നുണ്ട്. ഒരു സ്കൂട്ടർ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് വീല് ഒരു രാജ്യത്തും ബാക്ക് വീല് വേറൊരു രാജ്യത്തും. അത്രയേ ഉള്ളൂ അതിർത്തികൾ എന്ന് പറയുന്നതും. ഇതാണ് അതിർത്തി എന്ന് പറയുന്നതും. ലോകത്ത് പല രീതിയിൽ ദേശീയതകളും അതിർത്തികളും നിർവചിക്കുന്നുണ്ട് എന്നുള്ളതാണ്. രാജ്യം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഒരു കൺവീനിയൻസ് ആണ്, ഒരു കൺവീനിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെക്കാനിസമാണ്, ഒരു പൊളിറ്റിക്കൽ അറേഞ്ച്മെൻ്റ് ആണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതിനോടുള്ള അമിത വൈകാരികതയും അത് സംബന്ധിച്ച തീവ്ര നിലപാടുകളുമാണ് പ്രശ്നം. നിങ്ങൾ പലപ്പോഴും എന്താ പറയുക യുവർ ഫ്രീഡം ആൻഡ് സംവേഴ്സ്, അല്ലെങ്കിൽ ഒരു മീശയുടെ കാര്യത്തിൽ തന്നെ പറയുന്നത്, നിങ്ങളുടെ മീശ നിങ്ങളെ അവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല, അത് വേറെ അടുത്ത് കൊണ്ടിട്ട് ഉറയ്ക്കുമ്പോഴാണ് ഈ പ്രശ്നം. ആ ഉറപ്പ് ഒഴിവാക്കുക, തത്വശാസ്ത്രപരമായും പ്രത്യയശാസ്ത്രപരമായും ആ ഉറപ്പ് ഒഴിവാക്കുക. പിന്നീട് നിങ്ങൾക്ക് ഏത് സ്വപ്ന ലോകത്ത് ജീവിക്കാനുള്ള അവകാശം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്. നിങ്ങൾക്ക് മിശിഹ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് വിശ്വസിക്കാനുള്ള അവകാശമുണ്ട്. ലോകം മുഴുവൻ ഹിന്ദുത്വം ആയിത്തീരും, ലോകം മുഴുവൻ ഇസ്ലാം ആയിത്തീരും, ലോകം മുഴുവൻ കമ്മ്യൂണിസം ആയിത്തീരും, നിങ്ങളുടെ മതസങ്കല്പങ്ങൾക്ക് ലോകത്ത് പ്രാമുഖ്യം കിട്ടും എന്ന് വിശ്വസിക്കാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യബോധത്തോടെ അത് ചെക്ക് ചെയ്യേണ്ടതാണ്. രാഷ്ട്രം തകരുന്നതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രാഷ്ട്രം തകരുമ്പോൾ ശരിക്കും ഒരു പ്രശ്നം, ഇപ്പോൾ ഇറാഖിലേക്കൊക്കെ പ്രവേശനം, നിങ്ങൾക്ക് അങ്ങോട്ട് യാത്ര ചെയ്യണം, ഇങ്ങോട്ട് യാത്ര ചെയ്യണം, നിങ്ങളുടെ ടാക്സ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ജോലി സംബന്ധമുള്ള കാര്യങ്ങൾ, കാര്യം രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഒരു സെറ്റപ്പാണ്, ഒരു ഫ്രെയിംവർക്കാണ്. അത് ഒരു കബോർഡിൽ നിങ്ങളുടെ വീട്ടിലെ സാധനങ്ങളെല്ലാം ഓരോരോ തലങ്ങളിൽ ഇരിക്കുന്നത് പോലുള്ള ഒരു അവസ്ഥയാണ്. രാഷ്ട്രം തകരുമ്പോൾ ആ പൗരന് അനാഥത്വം ഉണ്ടാകുന്നുണ്ട്, നിയമപരമായിട്ടുള്ള സാങ്കേതിക അവൻ്റെ മുതലും വസ്തുവും പോലും അവന് നിലനിർത്താൻ കഴിയാതെ വരുന്നു. കാരണം രാഷ്ട്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള സെക്യൂരിറ്റി മെഷേഴ്സ് പോകുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രം എന്ന് പറയുന്നത് ഒരു സൗകര്യം എന്ന നിലയിൽ പൗരന് ആവശ്യമായിട്ടുള്ള കാര്യം അതൊരു കോൺട്രാക്റ്റാണ്. ആ കോൺട്രാക്റ്റിൽ വരുന്ന ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ പാസ്പോർട്ട് കിട്ടുന്നില്ല, അല്ല നിങ്ങളുടെ ഇപ്പോൾ സിംബാബ്വേയുടെ ഒരു കാലഘട്ടത്തിൽ, റോബർട്ട് മുഗാബെ ഇരുന്ന കാലഘട്ടത്തിൽ ലക്ഷക്കണക്കിന് സിംബാബ്വേൻ ഡോളർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാപ്പി പോലും കിട്ടാത്ത അവസ്ഥയുണ്ട്.
ഒരു പൈസയുടെ വിലയിടിയാണ്. പൈസയുടെ വിലയിടിയിൽ എന്നൊക്കെ പറയുമ്പോൾ അന്ന് പൈസ സൂക്ഷിക്കുന്നവർ ഭയങ്കരമായിട്ട് ദുർബലപ്പെടും. ഇതൊക്കെ ഒരു രാഷ്ട്രത്തിൻ്റെ പൊതുഭരണ വ്യവസ്ഥയും രാഷ്ട്രം എന്നുള്ള സങ്കല്പത്തിനും ദുർബലമാകുമ്പോൾ പൗരന്മാർക്കും ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാവണം. പക്ഷേ ഈ വൈകാരിക തലത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞല്ലോ, അതൊരു സംവിധാനമാണ്. രാഷ്ട്രം എന്ന് പറയുന്നൊരു സംവിധാനമാണ്. ഇറ്റ്സ് എ ടെക്നിക്കൽ തിങ്, ഇറ്റ്സ് എ ജോഗ്രഫിക്കൽ തിങ്. അതൊരു വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥ, ഒരു വ്യവസ്ഥയിൽ നിങ്ങളുള്ളപ്പോൾ, ഒരു കരാറിൽ നിങ്ങളുള്ളപ്പോൾ, ആ കരാറിൻ്റെ ദുർബലപ്പെടുമ്പോൾ നിങ്ങൾക്കും പ്രശ്നം ഉണ്ടാവും. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയിൽ നിങ്ങൾക്ക് ഇന്ത്യൻ പാസ്പോർട്ടുമായിട്ട്, ഇന്ത്യൻ നികുതി വ്യവസ്ഥ, ഇന്ത്യൻ വെൽഫെയർ സിസ്റ്റമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം തകരുമ്പോൾ നിങ്ങൾക്ക് പെൻഷൻ കിട്ടാതാവും, നിങ്ങൾക്ക് സൗകര്യങ്ങൾ കിട്ടാതാവും, നിങ്ങളുടെ യാത്ര മുടങ്ങും, നിങ്ങൾക്ക് പുറത്തു പോകാൻ വയ്യാതാവും, നിങ്ങൾക്ക് വിസ കിട്ടാതാവും, നിങ്ങളുടെ നാണയത്തിന് മൂല്യം ഇടിയും, നിങ്ങളെ ബാധിക്കും. ഇറ്റ്സ് എ പ്രാക്ടിക്കൽ സെറ്റപ്പ്. ആ രീതിയിൽ രാഷ്ട്രം നിലനിർത്തുക എന്നുള്ളത് എല്ലാവരുടെയും ബാധ്യതയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് അതിൻ്റെ വൈകാരിക ബൗദ്ധിക തലങ്ങളിൽ പ്രത്യയശാസ്ത്രപരമായ സ്റ്റാർട്ടിങ്ങളെ കുറിച്ചാണ്. അല്ല രാഷ്ട്രം നമ്മൾ കളഞ്ഞുകൊണ്ട് മറ്റുള്ളവർ കളയണമെന്നില്ല. അതൊക്കെ വളരെ വ്യക്തമാണ്. മനസ്സിലായില്ല?